ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. യെരമ്യാ പ്രവചന പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പ്രപഞ്ചത്തെയും സകല ചരാചരത്തെയും സർവശക്തനായ ദൈവം ഒരൊറ്റ വാക്കിനാലാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി കണ്ടുപിടിച്ച് ഇന്നേ വരെ തീർന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും അനേകം അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമാകുന്നു. മനുഷ്യൻ്റെ പാപം കാരണം ദൈവത്തെ അന്വേഷിക്കാത്തവർ ഒത്തിരി പേരുണ്ട്. ദൈവത്തെ അന്വേഷിക്കാത്തവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എൽക്കാന എന്ന മനുഷ്യനെ കാണാം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനീന, ഒന്ന് ഹന്ന. ഒരേ ഭവനത്തിൽ ഒരാൾക്ക് സന്തോഷവും ഒരാൾക്ക് ദുഃഖവും. അനുഗ്രഹിക്കപ്പെട്ട ഹന്നയ്ക്ക് ദുഃഖം കാരണം അവൾ ആഹാരം കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുന്നു. ഹന്ന എൽക്കാനയോടുകൂടെ താമസിക്കുമ്പോൾ എൽക്കാനയോട് വളരെ ബഹുമാനത്തോടു കൂടെയായിരുന്നു. ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ ഭർത്താവിനോട് വഴക്കം പറഞ്ഞ് ഭവനം വിട്ട് സ്വന്തം വീട്ടിൽ പോകും. പെനീന കുത്തുവാക്കുകൾ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ സ്ത്രീയാണെങ്കിൽ തിരിച്ച് ശക്തമായി പ്രതികരിക്കും, വഴക്കിടും. എന്നാൽ ഹന്നയുടെ ജീവിതം പരിശോധിച്ചാൽ ഹന്ന എൽക്കാനയോട് വഴക്കിടാതെ, പെനീനയോട് വഴക്കിടാതെ, തൻ്റെ ചാർച്ചക്കാരോടൊന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഭവനത്തിനകത്ത് നാവടക്കി വളരെ ശ്രദ്ധയോടുകൂടെ പക്വതയോടുകൂടെ അവൾ ജീവിച്ചെന്നുള്ളതാണ്. മാത്രമല്ല, അവളുടെ സങ്കടങ്ങൾ, ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചത് എൽക്കാനയോടല്ല. അവളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചത് പെനീനയോടല്ല. അവളുടെ വിഷമങ്ങൾ ഇറക്കി വെച്ചത് തൊട്ടടുത്ത് താമസിക്കുന്ന തൻ്റെ ചാർച്ചക്കാരോടല്ല. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന ദേവാലയത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ ഹൃദയത്തിലെ വേദനകൾ ഇറക്കി വയ്ക്കുവാൻ കർത്താവിൻ്റെ പാദപീഠമുണ്ട്. ഹന്ന മനുഷ്യരോട് പരാതി പറഞ്ഞില്ല, ഹന്ന മനുഷ്യരോട് കരഞ്ഞില്ല. ഹന്ന പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയവേദന ഇറക്കി വെച്ചു. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഹന്ന ദൈവത്തോട് എപ്രകാരം പ്രാർത്ഥിച്ചു അവിടെ കാണപ്പെടുന്നു. അവൾ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്ത അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിലെ ഹൃദയത്തെ പകരാമെങ്കിൽ, ദൈവസന്നിധിയിൽ നേർച്ചകൾ നേരാമെങ്കിൽ, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അടിയനു തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതില്ല. ദൈവസന്നിധിയിൽ ദൈവം പ്രാർത്ഥന കേട്ടാൽ നമുക്ക് പൂർണ്ണമായ ബോധ്യം ദൈവസന്നിധിയിൽ നിന്നും ലഭിച്ചാൽ പിന്നെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഹന്നയെപ്പോലെ സംസാരിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിക്കാമെങ്കിൽ മുഖം വാടാതിരിപ്പാൻ ദൈവം സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന കേട്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ശമൂവേലിനെ ലഭിക്കാനിടയായി. ഹന്നയ്ക്ക് വീണ്ടും 3 പുത്രന്മാരും
2 പുത്രിമാരും ജനിച്ചെന്നുള്ളതാണ്. ഒരനുഗ്രഹിക്കപ്പെട്ട മകനായിരുന്നു ശമൂവേൽ. ശമൂവേലിന് അപ്പനും അമ്മയും ഒക്കെയും ദൈവമായിരുന്നു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു പ്രവാചകനില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ശക്തനായ പ്രവാചകനാക്കി ശമൂവേലിനെ ഉയർത്തി. ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുപ്പാൻ, അഭിഷേകം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ശമൂവേലിനെ ആയിരുന്നു. ആദ്യം ശൗലിനെയും തുടർന്ന് രാജാവായി ഭക്തനായ ദാവീദിനെയും ശമൂവേൽ അഭിഷേകം ചെയ്തു. മിസ്പ, ബേഥേൽ, ഗിൽഗാൽ ഇവിടെയൊക്കെയും സകല രാജാക്കന്മാരും ശമൂവേലിനെ ഭയപ്പെട്ടിരുന്നു. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച ഹന്നയെയും ദൈവം അനുഗ്രഹിച്ചു, ശമൂവേലിനെയും അനുഗ്രഹിച്ചു. ഹന്നയെ മാനിച്ച ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ മാനിക്കും. ഹന്നയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശമൂവേലിനെ നൽകി ശമൂവേലിനെ ശ്രേഷ്ഠമായി മാനിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവകരങ്ങളിൽ വിഷയങ്ങൾ പൂർണ്ണമായി കൊടുക്കുക, നിൽക്കുന്ന സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കുക. ഇന്നത്തെ നിന്ദകൾ, ഇന്നത്തെ കഷ്ടതകൾ നാളത്തെ അനുഗ്രഹത്തിന് കാരണമാകും. ദൈവസന്നിധിയിൽ വിഷയങ്ങൾ ഇറക്കി വയ്ക്കുക, ദൈവസന്നിധിയിൽ കരയുക, പ്രാർത്ഥിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കളെ കാണുന്ന ദൈവമുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളം സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.